ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. തംബ്നെയിലിൽ കണ്ടതുപോലെ ചങ്ങലം പുരണ്ട തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, അത് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ചങ്ങലം പുരണ്ട എന്ന് പറഞ്ഞ പ്ലാന്റ് കാൽസ്യത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ വേണം നമുക്ക് പറയാം. നമ്മുടെ എല്ലുകൾക്ക് ആവശ്യമുള്ളത് കാൽസ്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറവ് വരുമ്പോഴാണ് നമുക്ക് ഓരോ എല്ല് സംബന്ധമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ചങ്ങലം പുരണ്ട എന്ന് പറയുന്നത് ഒടിഞ്ഞു പോയ അസ്ഥികളെ വരെ കൂട്ടിച്ചേർക്കാൻ അത്രയ്ക്കും ഗുണമുള്ള ഒരു പ്ലാന്റാണ് ചങ്ങലം പുരണ്ട. ചങ്ങലം പുരണ്ട നമുക്ക് തൈലമായിട്ട് മാത്രമല്ല, നമുക്ക് ഫുഡായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാം. അതും നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. അത് മുട്ടുവേദന, തേയ്മാനം, നടുവേദന, സന്ധികൾക്കുണ്ടായിരുന്ന ബലക്ഷയം, നമുക്ക് അസ്ഥിപരമായിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഒരു പരിഹാര മാർഗമാണ് ചങ്ങലം പുരണ്ട തൈലം എന്ന് പറയുന്നത്. പിന്നെ ചങ്ങലം പുരണ്ട വെച്ചിട്ട് നമുക്ക് ഫുഡായിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞ് ചങ്ങലം പുരണ്ട കിട്ടിയ ഉടനെ നിങ്ങൾ അത് കുക്ക് ചെയ്യാതെ ഒരിക്കലും ചങ്ങലം പുരണ്ട ഫുഡായിട്ട് കഴിക്കരുത്. കാരണം ചങ്ങലം പുരണ്ടയുടെ നീര് നമ്മുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവുന്ന ഒരിതാണ്. അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ 1-2 വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പച്ചയ്ക്ക് എടുത്തിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കുന്നത്. ആ കഴിച്ചവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ചെറിയ രീതിയിലൊരു നീര് നമ്മുടെ ദേഹത്ത് തൊട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. നമ്മൾ ഈ ചേനയൊക്കെ നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പച്ചയ്ക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല, എനിക്കതുണ്ടാവും. ചേന അരിയുമ്പോഴത്തേക്ക് എനിക്ക് കൈയൊക്കെ ചൊറിച്ചിലുണ്ടാവും. ചേമ്പൊക്കെ അരിയുമ്പോൾ കൈക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ് ഈ ചങ്ങലം പുരണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ചങ്ങലം പുരണ്ട യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നതൊക്കെ തമിഴ്നാട്ടിലുള്ളവർക്കാണ്. തമിഴ്നാട്ടിലുള്ളവർ ഇതിനെ ഡെയിലി അവർ ഫുഡായിട്ട് ഡെയിലി അവർ കഴിക്കുന്നുണ്ട്. അവർ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതവർ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ എന്താണ്, മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തീയലായിട്ടോ ചമ്മന്തി പൊടിയായിട്ടോ തോരനായിട്ടോ എങ്ങനെയാണോ അത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ചൊറിയില്ല. ഇത് പച്ചയ്ക്ക് ദേഹത്ത് തട്ടുമ്പോഴാണ് ഇത് നമുക്ക് ദേഹത്ത് ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തേങ്ങ വെച്ചിട്ട് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഈ ചങ്ങലം പുരണ്ടയുടെ നാരിനെ നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്ത് ചെറിയൊരു ഫ്ലഷ് പോലെ ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഈ ചമ്മന്തി പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ ചമ്മന്തി പൊടിക്ക് എങ്ങനെയാണോ നമ്മൾ വറുക്കുന്നത് അതുപോലെ വറുത്ത് അതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വറുത്തതിന് ശേഷം ലാസ്റ്റ് ഇത് തണുത്തതിന് ശേഷം നമ്മൾ പൊടിക്കുമല്ലോ. ഈ പൊടിക്കുന്ന സമയത്ത് ഈ വറുത്ത് വെച്ചതിന് ശേഷം ഈ ചങ്ങലം പുരണ്ട ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് വറുത്ത് ഒരു പരുവാകുമ്പോഴത്തേക്ക് ഈ ചങ്ങലം പുരണ്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഈ മിക്സിൽ ഈ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് അതും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അത് തണുത്തതിന് ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് മിക്സിയിൽ ജാറിലിട്ട് അടിച്ച് അത് കുറേ നാൾ നമുക്ക് ചീത്തയാവാതെ ഇരിക്കും. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഉച്ചത്തെ ലഞ്ചിൻ്റെ കൂടെയോ എങ്ങനെയാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്നത്, അത് ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. നമുക്ക് ശരീരത്തിന് നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ പ്ലാന്റ് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ബോഡിക്ക് കൊടുക്കാം, ഉള്ളിൽ കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലുപരമായിട്ടുള്ള വേദന, മുട്ട് തേയ്മാനം, അസ്ഥികൾ പൊട്ടിയ അസ്ഥി വരെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ അത്രയും പവറുള്ള ഒരു സാധനമാണ് ചങ്ങലം പുരണ്ട എന്ന് പറഞ്ഞാൽ. ആ പ്ലാന്റ് ഇരിക്കുന്നത് തന്നെ നമ്മുടെ എല്ല് എങ്ങനെയാണ് ഇങ്ങനെ കൂട്ടിച്ചേർന്നല്ലേ ഇരിക്കണം, അതുപോലെയാണ് ആ പ്ലാന്റും ഇരിക്കുന്നത്. ഓരോ ഇതിങ്ങനെ കൂട്ടിച്ചേർന്ന് അങ്ങനെയാണ് ഇരിക്കുന്നത്. ആ പ്ലാന്റ് കണ്ടവർക്ക് അറിയാം. ഒത്തിരി പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. ചങ്ങലം പുരണ്ടയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് അറിയില്ല. നമ്മുടെ അറിവില്ലായ്മയാണ്.
ഒരുപാട് പേരുടെ വീട്ടിൽ നിൽപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് അവർക്കറിയില്ല. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം എനിക്ക് ഒരുപാട് കസ്റ്റമറുണ്ട്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറത്താണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇവരുടെ അറിയാത്തത് കൊണ്ടാവാം, തിരുവനന്തപുരം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. എന്ത് മലയാളികളെന്നൊക്കെ ഇന്ത്യക്കകത്ത് എവിടെ താമസിക്കുന്ന മലയാളികളുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവരൊക്കെ കുറച്ച് പേര് എന്നെ വിളിച്ച്, ഞാൻ പൂനെ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മോൻ സ്വിമ്മിംഗ് പൂളിൽ എന്തോ വീണു, അങ്ങനെ കൈക്ക് എന്തോ ഫ്രാക്ചറായി, അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അത് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. മുംബൈയിൽ ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ച് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറൊരു കസ്റ്റമറുണ്ട്, അത് എനിക്ക് അതൊന്ന് കഞ്ഞാനോ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര്, അങ്ങനത്തെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ സ്ഥലം. അവിടെ ഒരു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും കേട്ടോ ആൻറ്റി. അപ്പോൾ ആ ആൻറ്റിയുടെ മോൻ ദുബായിൽ എന്തോ വർക്ക് ചെയ്യായിരുന്നു. നാട്ടിൽ ലീവിന് വന്നപ്പോഴത്തേക്കും ഇവർ തെങ്ങിൽ തേങ്ങ ഇടാൻ എന്തോ കയറി അങ്ങനെ വീണു, നട്ടലിന് നല്ല കാര്യമായിട്ട് പരിക്ക് പറ്റി. അങ്ങനെ അവർക്ക് ഈ ചങ്ങലമ്പരണ്ടയെക്കുറിച്ചൊക്കെ അറിയായിരുന്നു, അവരെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഇവർ അവിടെ വേറെ ആരെടുത്തോ സംസാരിച്ചിട്ട് അവിടെ അടുത്തുള്ള ആരുടെ നിന്നോ അവർ ചങ്ങലമ്പരണ്ട ഇങ്ങനെ വിൽക്കുന്നവരെ ഒന്ന് വാങ്ങിച്ച് കുറേ നാൾ ഉപയോഗിച്ചു. അങ്ങനെ മോന് കിടപ്പിലായി പോകുമെന്ന് വിചാരിച്ചിരുന്നു. ഇത് അവരുടെ അത് ചെയ്യാനുള്ള ആ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് ആ മോൻ ഇപ്പോൾ എണീച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചങ്ങലമ്പരണ്ടെന്ന് പറഞ്ഞാൽ ആ ആൻറ്റിക്ക് 100 നാവാണ് എൻ്റെ അടുത്ത് പറയാനായിട്ട്. ചങ്ങലമ്പരണ്ട അത്രയും ഗുണമുള്ള സാധനമാണ് മോളെ, അതറിയാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, അത് എങ്ങനെ ഉപയോഗിച്ച് ഒരു അസുഖം വന്നാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ മോൻ നടക്കുന്നത് ചങ്ങലമ്പരണ്ട എന്നുള്ള ഒരു തൈലം ഉപയോഗിച്ചിട്ട് മാത്രമാണ്. പിന്നീട് അവർ വാങ്ങിച്ചെടുത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യൂട്യൂബിൽ ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയോ എൻ്റെ നമ്പർ എങ്ങനെയോ അവർക്ക് കിട്ടി. അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്ത് ആദ്യം 2 ബോട്ടിൽ വാങ്ങിച്ചു. അവർ ഏതോ ഒരു ഹോസ്പിറ്റലിൽ എന്തോ ജോലിയാണ് അവർക്ക്. അപ്പോൾ അവർ വാങ്ങിച്ച് ഈ കൊറിയർ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഒരു അഡ്രസ്സിലാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇവർക്ക് കൊറിയർ വന്നപ്പോഴത്തേക്ക് ഇവർ ഹോസ്പിറ്റലില്ലേ, അപ്പോൾ ഈ ഡോക്ടർമാർ ഇങ്ങനെ ചോദിച്ച് ഇതെന്തോ സാധനമൊന്നും ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചങ്ങലമ്പരണ്ടയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലൊരാൾ ഒരു ബോട്ടിൽ എനിക്ക് കിട്ടിയോളൂ മോളെ, ഒരെണ്ണം അവർ വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എത്ര ബോട്ടിൽ വേണമെന്നുള്ളത് പറയാം, ഇത് കണക്ക് മോളെ എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് 5 ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5 ബോട്ടിൽ അയച്ചു കൊടുത്തു. അങ്ങനത്തെ കസ്റ്റമറുണ്ട്. അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയും, എനിക്ക് വാട്സപ്പിൽ തന്നെ വോയിസ് മെസ്സേജ് ഇടും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ അവർക്ക് അത്രയും വേദനയ്ക്ക് ഒരു ആശ്വാസം ആവുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ച് അത് ഉണ്ടാക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ പലർക്കും അതൊരു വേദനയൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഒരു ഇത് എനിക്കുണ്ടായത്, എനിക്കത് ചെയ്യാൻ പറ്റിയത്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. പിന്നെ ഒരുപാട് പേര് പല തൈലം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടും അവർക്ക് അതിലൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് പോലെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഇത്രയും വാങ്ങിച്ച് ഉപയോഗിച്ചല്ലോ, അതിലൊന്നും മാറ്റില്ല, ഇനി ഇതും കൂടെ നോക്കാം, എന്തെങ്കിലും മാറ്റം വരാമെന്ന് നോക്കാം, അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ചവരും ഉണ്ട്, ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറഞ്ഞവരും ഉണ്ട്. പിന്നെ ചിലരുണ്ട് വാങ്ങിച്ചിട്ട് അവർ ഉപയോഗിക്കില്ല, 1-2 പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും എങ്ങനെയുണ്ട് തൈലം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എന്ന് പറയും. ഇത് നമ്മൾ ആയുർവേദം നമുക്ക് പതുക്കെ ഇതുണ്ടാകും. നമുക്ക് നല്ല പെയിനുള്ളിടത്ത് ഫസ്റ്റ് ടൈം നമ്മൾ ഈ ചങ്ങലമ്പരയുടെ തൈലം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും, ഒരു വേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും. അതാണ് ഫസ്റ്റ് നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഒരുപാട് കാലപ്പഴക്കമുള്ള വേദനകളുണ്ടാവും. അവർക്ക് ക്രമേണ ഇപ്പം നമുക്ക് ഉപയോഗിച്ച് ക്രമേണ അവർക്ക് അത് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അവർ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ച് മെഡിസിനൊക്കെ എടുത്തിട്ടും അവർക്ക് മാറാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ. ചിലർക്ക് സർജറിയൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് സർജറി ചെയ്യാനുള്ള പേടി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർക്ക് അത് പറ്റാത്തത് കൊണ്ടും ചിലർ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ചിലരൊക്കെ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു മാറ്റവും ഇല്ല മോളെ എന്ന് പറയും.
കാലപ്പഴക്കം ഉള്ളതാണെങ്കിൽ നമുക്ക് അത് പതുക്കെ അത് മാറുള്ളൂ. അപ്പോൾ അത് ആ കാര്യം കൂടെ, അതുമല്ല ആയുർവേദമാണ്, നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല, പതുക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞത്, അതുകൊണ്ടിട്ടാണ് എൻ്റെ ഒരു അറിവ് ഷെയർ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ തൈലം, ചങ്ങലം വരണ്ട തൈലം. ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പം നമുക്ക് ഈ തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇതെന്ത് വെള്ളിയാണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ ഇത് എന്ത് വെള്ളിയാണെന്ന്? ഇതാണ് ചങ്ങലം വരണ്ട. നമ്മുടെ എല്ല് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും, ജോയിൻറ്റ് പെയിൻ, തേയ്മാനം, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു ഔഷധ സസ്യമാണിത്. ചങ്ങലം വരണ്ട എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ചങ്ങലം വരണ്ട എന്ന് അടിച്ച് നോക്കിയാൽ മതി. കാൽസ്യത്തിൻ്റെ ഉറവിടമാണ്. നമ്മുടെ എല്ലുകൾക്ക് വേണ്ടുന്നത് കാൽസ്യമാണ്. അത് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആ ഒരു തൈലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു മെയിനായിട്ടുള്ളൊരു സാധനമാണ്. കട്ടിച്ചെന്നായം എന്ന് പറയും. ഞങ്ങളിവിടെ കട്ടിച്ചെന്നായം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കട്ടിച്ചെന്നായം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനി നമുക്ക് ഇത് ചങ്ങലം വരണ്ട ഇനി കട്ട് ചെയ്ത് അരച്ചെടുക്കണം. ചങ്ങലം വരണ്ട കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ നീര് കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഗ്ലൗസോ എന്തെങ്കിലും കയ്യിലിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ദേഹം ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനും വളരെ ഗുണമാണ്. ഉള്ളിൽ കഴിക്കുന്നത് അത് നമുക്ക് ചമ്മന്തിയായിട്ടും പല രീതിയിൽ നമുക്കിത് കഴിക്കാം. ഇത് ഉള്ളിൽ എടുക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ചങ്ങലം വരണ്ട വള്ളിയെല്ലാം നമ്മൾ കട്ട് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ച് എടുത്തതിന് ശേഷമുള്ളത് കാണാം. ഇനി ചങ്ങലം വരണ്ടയും കട്ടിച്ചെന്നായും കൂടെ അരച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിൽ ചരുവം വെച്ച് എണ്ണയൊഴിച്ച് ഇതും കൂടെ ഇട്ട് നമുക്ക് കാച്ചിയെടുക്കാം. ാണ് കാച്ചുന്നത്. ഇത് എള്ളെണ്ണയാണ്. 10 ലിറ്ററിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുന്നില്ല. ഒരു 1-1.5 മാസത്തിനകത്ത് വെച്ച് സെയിലായി തീരത്തക്ക രീതിയിലാണ് എപ്പോഴും ഞാൻ തൈലം ഉണ്ടാക്കുന്നത്. അപ്പം ഇരുന്ന് ഒരുപാട് കാലപ്പഴക്കം ഉണ്ടാവില്ല. പെട്ടെന്ന് അങ്ങ് സെയിലാകും. തീരുന്നതനുസരിച്ച് ഞാൻ കുറേശ്ശെ ഉണ്ടാക്കി വയ്ക്കും. നമുക്ക് ഈ 10 ലിറ്റർ ഒഴിച്ചതിന് ശേഷം ബാക്കി കാണാം. ഇപ്പം എണ്ണ നമ്മളെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചങ്ങലം വരണ്ടയും കട്ടിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ടിച്ചെന്നായും ചങ്ങലം വരണ്ടയും എല്ലാം കൂടെ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഇരുന്ന് തിളച്ച് ഇതിൽ നമ്മളിപ്പം കട്ടിച്ചെന്നായും വെള്ളം ഒഴിച്ചിട്ടല്ലേ നമ്മൾ ഇത് മെൽറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിനകത്തുള്ള ആ ഒരു ഈർപ്പം എല്ലാം മാറി ഇതൊരു മണൽ പരുവമാവും. ആ സമയത്താണ് ഈ എണ്ണയും ചങ്ങലം വരണ്ടയും ഇതും കൂടെ ഇങ്ങനെ മിക്സായി അത് വെന്ത് നല്ല ഇതിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിൽ പിടിച്ചതിന് ശേഷം ഇതിനൊരു പരുവമുണ്ട്. അതൊരു മണൽ പരുവ് എന്ന് പറയും. ആ മണൽ പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തൈലം റെഡിയായെന്നാണ് അതിനർത്ഥം. പിന്നെ ചങ്ങലം വരണ്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിന് നമുക്ക്
ഒടിഞ്ഞു പോയ അസ്ഥികളെ വരെ യോജിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു പ്ലാന്റാണ് ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കട്ടിച്ചെന്നായും ഇത്രയും ഔഷധ ഗുണമുള്ളതാണ്. ഇപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണയും ചങ്ങലം പരണ്ടയും കട്ടിച്ചെന്നായും കൂടെ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതിന് കൈ ഇളക്കാതെ, കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. മുമ്പ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം സ്പൂണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോയി ഈ തവി നല്ല തെളിച്ചായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം കണ്ടോ ആ മരുന്ന് ഇതിലൊട്ടിയിരിക്കുന്നതുണ്ടോ? ഇനി ഇത് കുറച്ചും കൂടെ ഇതാകുമ്പോഴത്തേക്കും ഈ എണ്ണയിൽ നല്ല ഇതിൻ്റെ ഔഷധങ്ങൾ മൊത്തം എണ്ണയിൽ ഇറങ്ങി എണ്ണയും ഇതുമായിട്ട് സെപ്പറേറ്റ് ആവും. ഇനി നല്ല ഇതായതിനു ശേഷം കാണിച്ചു തരാം. തൈലം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. നല്ല പരിവായി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം മാറി മരുന്നും എണ്ണയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മരുന്ന് എണ്ണയായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അരിച്ചെടുക്കാം. നമുക്ക് തൈലം അരിച്ചെടുക്കാം. അരിക്കാൻ എളുപ്പമാണ്, കാരണം ഇതിൻ്റെ ചണ്ടി എല്ലാം അടിയിൽ തന്നിട്ടുണ്ട്. എണ്ണയുടെ കളർ കണ്ടോ? ആ ചങ്ങലം പരണ്ടയും കട്ടിച്ചെന്നായും എല്ലാം കൂടെ എണ്ണയിൽ വന്നിട്ട് ഉള്ള ആ ഒരു കളറാണ്. നമുക്ക് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ട് കാണാം. ഇത് എണ്ണ ഇപ്പം നല്ല തിളച്ച് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇതിന് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെയിലത്ത് വെച്ച് സൂര്യപ്രകാശം ഒന്ന് അടുപ്പിക്കണം. അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ബോട്ടിലിൽ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഒത്തിരി പേര് ഓർഡർ തന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഇതായതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെയൊക്കെ അറിയിച്ച് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ തൈലമായിട്ടുണ്ട്. നമുക്കത് ബോട്ടിലിൽ നിറയ്ക്കുന്നതൊന്ന് കാണാം. ബോട്ടിലിൽ നിറയ്ക്കുന്നതായിട്ട് കാണാം. ഇത് 2-3 ബോട്ടിൽ ഓൾറെഡി സെയിലായിട്ടുണ്ട്. എനിക്ക് നേരത്തെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പം നേരത്തെ അവർക്കുള്ള കൊറിയർ അയച്ചിട്ടുണ്ട്. അതിന് ശേഷം വന്ന കൊറിയർ ഒരു 3 ബോട്ടിൽ ഉണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് അതൊന്ന് നിറയ്ക്കാൻ. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ, ശിവാനീസ് ചങ്ങലം പരണ്ട തൈലം. നമുക്ക് ഈ സ്റ്റിക്കർ ഇനി ഇതിലൊട്ടിക്കണം. ഇതാണ് ഞങ്ങളുടെ ചങ്ങലം പരണ്ട തൈലം. ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാനിതിന് നമ്പർ കൊടുത്തേക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ കൊറിയർ ചെയ്തു തരാം. ഞങ്ങൾ അയക്കുന്നത് DTDCയുടേതും പ്രൊഫഷണൽ കൊറിയർ, ഇത് രണ്ടുമാണ് നമ്മൾ അയക്കുന്നത്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതിൻ്റെ ഉപയോഗം നടുവേദന, ജോയിൻറ്റ് പെയിന്, മുട്ടുവേദന, നമുക്ക് ബോഡിയിൽ എന്ത് സംബന്ധമായ എന്ത് വേദന ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. വളരെ റിസൾട്ടുള്ള ഒരു ഇതാണ് ചങ്ങലം പരണ്ട.
അത് കാൽസ്യത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ വേണം പറയാം ചങ്ങലം വരണ്ട. അത്രയും ഗുണമുള്ളതാണ്. ആവശ്യമുള്ളവർ അറിയിക്കുക. ഇനി നമുക്ക് ഈ ബോട്ടിൽ മൊത്തവും ഞാൻ നിറച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തൈലം എല്ലാം ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. ഇത്രയും ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം എല്ലാത്തിലും. ഇതാണ് ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കണം. അങ്ങനെ ബോട്ടിൽ എല്ലാത്തിലും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. സെയിലിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തൈലം വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ അത് ലൈക്ക് ചെയ്യുക. എന്താണ് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.